പണ്ട് കൊച്ചി രാജകുടുംബം താമസിച്ചിരുന്നത് ഇവിടെയാണ്. ചരിത്രം ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ഹിൽ പാലസ് മ്യൂസിയം. കേരളത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയവും ഇതാണ്. 50 രൂപ മുടക്കി നമ്മൾ നേരെ കയറി ചെല്ലുന്നത് പഴയ രാജകാലത്തേക്കാണ്. ചരിത്രം അറിയാൻ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ നിന്ന് കൊച്ചി രാജവംശത്തിന്റെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമ്പത്തിക ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും. പെരുമ്പടപ്പ് സ്വരൂപം അഥവാ കൊച്ചി രാജവംശം ആദ്യം മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പിൽ നിന്നാണ് ആരംഭിച്ചത്. പിന്നീട് സാമൂതിരിയുടെ ആക്രമണങ്ങളെ തുടർന്ന് രാജകുടുംബം തെക്കോട്ട് മാറി. പഴയന്നൂർ, ഇരിഞ്ഞാലക്കുട, മട്ടാഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ വിവിധ കാലഘട്ടങ്ങളിൽ രാജകുടുംബം താമസിച്ചിരുന്നു. അതിനുശേഷമാണ് രാജകുടുംബം തൃപ്പൂണിത്തുറയിലേക്ക് താമസം മാറുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു നമ്പൂതിരി കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് സ്ഥലം വാങ്ങിക്കുകയും അവിടെ കേരള ശൈലിയിലുള്ള എട്ടുകെട്ട് കൊട്ടാരത്തിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത്. കുളത്തിന്റെ അടുത്ത് കാണുന്ന ഈ എട്ടുകെട്ടാണ് രാജകുടുംബം ആദ്യം താമസത്തിനായി ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം 1865 കൊച്ചി മഹാരാജാവ് രാമവർമ്മ 15 പണികഴിപ്പിച്ചതാണ് ഇന്ന് ഈ കാണുന്ന കൊട്ടാരം. പിന്നീട് ഈ കൊട്ടാരം രാജാവിന്റെ ഔദ്യോഗിക വസതിയും ഭരണസിരാ കേന്ദ്രവുമായി മാറി. ഈ കൊട്ടാരം പണിതിരിക്കുന്നത് ഇൻഡോ യൂറോപ്യൻ ശൈലിയിലാണ്. ഏകദേശം 54 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ സമുച്ചയത്തിന് 49ഓളം കെട്ടിടങ്ങളുണ്ട്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വാളുകൾ, സിംഹാസനം, കിരീടം, പണ്ട് വാണിജ്യത്തിനായി ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ, തോക്കുകൾ, വാഹനങ്ങൾ എന്നിവയെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. പാലസിന്റെ മുൻപിലെ ബാൽക്കണിയിൽ നിന്നാൽ കൊച്ചിൻ തുറമുഖത്ത് വരുന്ന കപ്പലുകൾ വരെ കാണാൻ സാധിക്കുമായിരുന്നു. രാവിലെ 9 മണി മുതൽ 4 മണി വരെയാണ് എൻട്രി ടൈം വരുന്നത്. ഇതിൽ ഉച്ചയ്ക്ക് 12:30 മുതൽ 2 മണി വരെ മ്യൂസിയം ക്ലോസ് ആയിരിക്കും. പിന്നെ തിങ്കളാഴ്ച ദിവസം ഇവിടെ അവധിയാണ് കേട്ടോ. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്ന ഈ പാലസ് മെയിൻ്റെനൻസ് കുറച്ചുകൂടി നല്ലോണം ചെയ്യാനുണ്ട്. പിന്നെ ഇത്രയും മനോഹരമായ കൊട്ടാരത്തിന്റെ കുളത്തിന്റെ അവിടെ ചെന്നാൽ മലയാളികളുടെ യഥാർത്ഥ സ്വഭാവത്തിന്റെ അടയാളം കാണാം. ചുവർ മുഴുവനും കല്ലുകൊണ്ട് എഴുതിയും കോറിയും ആകെ വൃത്തികേടാക്കി വെച്ചിരിക്കുകയാണ്. ചരിത്രപരമായിട്ട് ഇത്രയും പ്രത്യേകതകളുള്ള ഈ സ്ഥലം ഇങ്ങനെ വൃത്തികേടാക്കുന്നത് എന്തൊരു അവസ്ഥയാണ്. പിന്നെ ഇവിടെ ഒരു അടിപൊളി ഡിയർ പാർക്കും കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയയും ഉണ്ട് കേട്ടോ. നമ്മൾ ഈ പാലസിന്റെ ഉള്ളിൽ കാണുന്ന ഓരോ വസ്തുക്കളും അവിടെയുള്ള ഓരോ കുറിപ്പുകൾ വായിക്കുമ്പോഴും നമ്മൾ അറിയുന്നത് പഴയ രാജനഗരത്തിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.